പ്രൈസ് ദി ലോർഡ്. വേഗം പ്രദേശിക്കുന്ന ദാവത്തിലെ സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. ഈ പ്രഭാസമയം ദൈവം മനുഷ്യറിയ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം സദൃശ്യവാക്യങ്ങൾ 23:17-18. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട്ടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാത ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യും. ഈ ഒരു വാക്യത്തിൽ വായിക്കുമ്പോൾ തന്നെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇതെന്നെ കൊണ്ട് സാധിക്കുമോ? കാരണം നമ്മള് സാധാരണ ഹ്യൂമൻസായി തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, മനുഷ്യമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അസൂയ എന്നുള്ളത് ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നൊരു വികാരം അല്ലേ. പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെ ജയിക്കണം എന്ന കർത്താവ് വ്യക്തമായിട്ട് ഈ ഒരു വാക്യത്തിലൂടെ ഇടപെടുന്നത്. കാരണം നമുക്ക് ആ വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. കാരണം നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ പാപികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, കർത്താവേ, അവർക്കില്ലാത്തൊരു അനുഗ്രഹം, അവർക്കില്ലാത്തൊരു ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിലുണ്ട്. അതായത് നിത്യജീവന് അവകാശിയായി തീരാനുള്ള അവകാശം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാപികൾക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടെങ്കിലും, ഒരുപക്ഷെ അവർക്ക് വലിയ വീട് കാണും, ബംഗ്ലാവ് കാണും, അല്ലെങ്കിൽ കാറ്, സ്വത്തുവകൾ, ബാങ്കിലെ ബാലൻസ് പലതും അവരുടെ ജീവിതത്തിൽ കാണും. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്ക് സാരമില്ല. എനിക്കൊന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ അടുത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം, ദൈവസ്ഥലത്തിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു ഭാഗ്യം, അപ്പാന്ന് വിളിച്ച് എൻ്റെ ജീവിതത്തിൽ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും പാപികളോട് അസൂയപ്പെടാതെ, കർത്താവ് എന്താഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ പറ്റി എന്താഗ്രഹിക്കുന്നു, അതിപ്രകാരം തന്നെ പോകാനുള്ള കൃപ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കണം. കാരണം ആ വാക്യത്തിൽ അങ്ങനെ ഇടപെടുന്നത്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം തന്നെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു നിത്യജീവൻ, ആ ഒരു അവകാശം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ തന്നെ നമുക്ക് മാനുഷ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. നമ്മൾ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കത്തില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന ഭാഗത്ത് തീർച്ചയായിട്ടും അസൂയ എന്നൊരു മണ്ഡലം പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. കണ്ടോ, ഒരു പ്രതിഫലമുണ്ട്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലമുണ്ട്. കർത്താവ് അത് പ്രോമിസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഭാരപ്പെടുവോ പ്രയാസപ്പെടുവോ ദൈവത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. ഏതൊരു അവസ്ഥയിലും അല്ലെ, പാപികളോട് അസൂയപ്പെടാതെ ദൈവനാമത്തിനായിട്ട് നമ്മൾ ദിവസങ്ങൾ നിന്ന് വയ്ക്കുക. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നമ്മളെ ഒരിക്കലും കർത്താവ് നിന്ന പാത്രമാക്കി വിടില്ല. ദൈവം നമ്മളെ കൈ പിടിച്ച് താങ്ങി നടത്തും. ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മൾ പാപികളോട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് സ്വത്തും കാര്യങ്ങളുമുള്ള ലൗകികത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് അസൂയപ്പെടാതെ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി പ്രത്യാശയോടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റി തരും. നമ്മളെ ദൈവം അനുഗ്രഹിച്ചു മാനിക്കും. ആർക്കുമില്ലാത്തൊരു ബ്ലെസ്സിങ്, ആർക്കും കൊടുക്കാത്ത ഒരു അത്ഭുതകരമായ ജീവിതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ അനുഗ്രഹിക്കുക, മാനിക്കുക തന്നെ ചെയ്യും. നമ്മൾ പ്രത്യേകം പറയേണ്ട, നമ്മൾ ദൈവമക്കളായി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവെ, മറ്റുള്ളവർ അസൂയപ്പെടാതെ നിർമ്മല ഹൃദയത്തോടെ തന്നെ ദൈവസ്ഥലത്തിൽ ആയിരിക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തരണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ച് മുന്നേറുവാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. ഒന്നുണ്ട്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ചുരുക്കുന്നു. ആമേൻ.